ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് കളിക്കുമ്പോൾ ഇന്ത്യ മൈക്സ് ഡ്രൈവിംഗ് 3Dയിൽ റാമ്പ് ചാടിക്കലാണ്. എല്ലാവർക്കും അറിയാം, ഇതൊരു സ്പെഷ്യൽ റാമ്പാണ്. എല്ലാവർക്കും അത് എടുക്കലെങ്ങനെയാണെന്ന് അറിയാം. റാമ്പാണെന്ന് ഇനി പറയില്ല, എന്നാണെന്നൊന്നും അറിയില്ല. എന്തായാലും അത് ചാടിക്കാൻ പോവാണ്. ചാടിക്കലല്ല, ഇതിലേക്കൂടെ ഓടിക്കലാണ് ഇന്നത്തെ പരിപാടി. സോ അവർ തന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബൈക്കാണ്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഫോർ എ ചേഞ്ച് ഇത് വെച്ച് ഈ വണ്ടി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചാടിക്കാൻ പോകുന്നത്. നമുക്ക് ലെറ്റ്സ് ട്രൈ. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് വണ്ടീൻ്റെ പുള്ളപ്പെല്ലാം എങ്ങനെയുണ്ട്. അതെന്തെങ്കിലും കേട്ടു. നൈസ് കയറി പോകുന്നുണ്ട് ഗൈസ്. ഓട്ടോ സീൻ കയറ്റം. താഴെ പോയി ആക്രാന്ന് കൂട്ടിയതാണ്. സാധനം നമുക്ക് പതിയെ പോയാൽ സെറ്റായിട്ട് ഓട്ടോറിക്ഷ കയറി അടിച്ച് കയറി പോവും. ഓക്കെ, നമ്മൾ അഹങ്കാരത്തിനൊന്നും ഇല്ല കേട്ടോ. ബൈക്കിന് പോയി ഇതെടുത്ത ഒരു ചേഞ്ച് ആരാ ആഗ്രഹിക്കാത്തത്? വണ്ടിയിലൊരു ചേഞ്ച് വരുത്തിയത്. സോ ഇതിലേക്കൂടെ നമ്മൾ ഓട്ടോറിക്ഷ കൂളായിട്ട് കയറി പോകുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല സിമ്പിളായിട്ട് കയറുന്നുണ്ടെന്ന് തോന്നുന്നു. സിമ്പിളായിട്ട് കയറണമെങ്കിൽ നമുക്ക് ബൈക്ക് തന്നെ എടുക്കേണ്ടി വരും. ഇത്തിരി ടഫും കൂടി വേണം, നല്ല രസം ഉണ്ടാവല്ലോ. പൈസ കണ്ടെയ്നർ എന്താ ഇപ്പോഴൊന്നും വരില്ല ഇങ്ങോട്ട്. ഞാനിവിടെ ഓട്ടോറിക്ഷ ഇങ്ങോട്ട് കളിക്കാൻ റെഡി ആയിട്ട് നിൽക്കാനേ. ശരിയില്ല ഇപ്പം. ഓക്കെ, ഓട്ടോറിക്ഷക്കാട്ടം അടിച്ച് കയറി വാ. നമ്മൾ സിമ്പിളായിട്ട് കടത്തിച്ചു, താഴെ കിടന്നു. എത്രയുള്ളൂ. ഇനി ഈ അടുത്ത ഇതിൽ നമ്മൾ വീഴുന്നതായിരിക്കില്ല. അത് ഇതുവഴി ഇങ്ങനെ ഓടിക്കൂടെ? വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇപ്പോൾ ഒരു തിരിയിലും കൂടി വരും. സമയം ഉണ്ടെങ്കിൽ നമുക്ക് അതിലും കൂടി കയറാം ഒരു ദിവസം. വെട്ട്. ഞാൻ റെഡിയാണ്. ഞാൻ കയറാൻ റെഡിയാണ്. കേറ്. അത് പറ്റൂല ഗൈസ്, വെറുതെ സമയം കളയാന്നില്ല, പറ്റൂല. ഓക്കെ, നമുക്ക് വീണ്ടും തിരിച്ചു പോകാം. ഇപ്രാവശ്യം നമ്മൾ വളരെ കറക്റ്റായിട്ടായിരിക്കും കേട്ടോ. വിചാരിക്കുന്ന പോലെയല്ല, ഓട്ടോറിക്ഷകൾ പുലിയാന്ന് പുലി. ഇതിലെ കൂടെ എന്ത് കൂളായിട്ടാണ് കയറുന്നത്. ഇത് എടുത്തത് അബദ്ധമായോ ചെറിയ ഡൗട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് കയറുന്നുണ്ട്. ബൈക്കാണെങ്കിൽ 2 ടയറില്ല, പിന്നെ 3 ടയറുണ്ടല്ലോ, ബാലൻസ് കൂടുകയുള്ളൂ. ഓക്കെ, നമ്മൾ കണ്ടെയ്നർ വരാൻ പിന്നെയും വെയിറ്റ് ചെയ്യുവാണ്. എന്തോ ഒരു പ്രശ്നമൊന്നും, സൗണ്ടിന് പ്രശ്നമുണ്ട്. ഓക്കെ, നമുക്ക് നേരെ കയറി കിടക്കില്ല. താഴെ കിടക്കും. എടാ ഒന്ന് വാടേ, ഈ ജമ്മിത് വരൂല. ഓക്കെ, നമുക്ക് നേരെ ആക്സിലേറ്റർ കൊടുക്കാം. അടിച്ച് കയറി വാ. പതിയെ ഇറക്കി. അത്രയുള്ളൂ സെറ്റ് സംഭവം, അത്രയുള്ളൂ. വേറെ ടാസ്കൊന്നുമില്ല, സിമ്പിൾ പരിപാടി. നമുക്ക് ആ വരമ്പത്തൂടെ ഇറക്കിയല്ലോ വണ്ടി. എങ്ങനെ ഇരിക്കുന്നു? ആ ചെറിയത് കൊണ്ട് അതിലേ കൂടെ വേണ്ട, റിസ്ക് എടുക്കേണ്ട, താഴെ കിടക്കും. ബൈക്കാവിൽ കാല് കുത്തും ആ സ്ഥലത്തുമ്പോൾ. കാല് കുത്തിയാലും വീഴത്തില്ലല്ലോ. ഓട്ടോറിക്ഷ സീനൊന്നുമില്ല ബൈക്കാരൊക്കെ. അതിന് നമുക്ക് കാറ് കൊണ്ടുവരാം അടുത്തേക്ക്. ഓട്ടോറിക്ഷയ്ക്ക് പോകുന്ന സ്ഥലം ഇവരാക്കി വെച്ചിനി, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു ടാസ്ക് നൈസിൽ ഇത് അടിച്ച് കയറി പോയാൽ ഭാഗ്യം. അഹങ്കാരത്തിനല്ലേ ഞാൻ അതിലെ കൂടെ അഹങ്കാരായിരിക്കും പാടില്ല. ഓട്ടോറിക്ഷയാണ് പോലും, ഓട്ടോറിക്ഷ ശരിയില്ല. ഓട്ടോറിക്ഷ ഒന്നും ഒരു ശരിയേ അല്ല.
അപ്പോൾ ഗൈസ് വീണ്ടും അവിടെ എത്തിയിട്ട് കാണാം. നമ്മളങ്ങനെ വളരെ ലളിതമായി കിടന്നിരിക്കുകയാണ്. ഇവിടെ എത്താനാകുമ്പോൾ ഞാനായിനി, എന്നാലും ഞാൻ പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് പിടിച്ച് എത്തിച്ച്. ഓക്കെ, നമുക്ക് തുടരാം. ഓട്ടോറിക്ഷയ്ക്ക് ഒന്നും പറ്റിയില്ല. ടയർ പഞ്ചറാവാൻ പോയതാണ്. ചെറുങ്ങനെ ടയർ കുഴി പോകുന്ന പോലെ പോയിനി, സൈഡിൽ കുടുങ്ങിപ്പോയിനി. എന്നാലും ഞാൻ ആക്സിലേറ്റർ നല്ല സെയിം വണ്ടിയാണ് കൊടുത്ത വട്ടങ്ങ് ഇറങ്ങി പോന്നിനി. അന്തങ്ങോട്ട് എന്തല്ലോ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ വെയിറ്റ് ചെയ്തോളാം. ചേടാ ശശിയായിപ്പോയി. മുന്നോട്ട് ഓക്കെ, നല്ല ബോൾ. ചേടാ ഇതിപ്പോൾ വെയിറ്റില്ല ഗൈസ്, ഓട്ടോർക്ക് വെയിറ്റില്ല. താഴെക്കിടക്കട്ടായിരുന്നു. നമുക്ക് രണ്ടാമതും പോകാം. ഇത് സിമ്പിളാട്ടോ. ബൈക്കെങ്കിൽ ഈ സമയം കൊണ്ട് ഞാനിവിടെ എത്തലുണ്ടാവില്ല. ഇത് സിമ്പിളായി പോയോ എന്ന് ചെറിയ ഡൗട്ട്. എന്നാലും സാരമില്ല, ഒരു ചേഞ്ച് എടുത്തിയാണ് ഓട്ടോറിക്ഷ ആവാന്ന് വെച്ചു. വേറെയും കുറേ റാമ്പ് ഉണ്ട്. നമുക്ക് അടുത്തതിൽ നടുക്കാരടാ കൊണ്ടച്ചിനി തെങ്ങ്. ഷേ, അതിനെ മുറിച്ച് കളയണായിരുന്നു. നടുക്ക് കൊണ്ടച്ചിനി പൊട്ടന്മാര് നേരെ പറപ്പിച്ച് വന്നതിന് അതിനെ പോയി ഇടിച്ച് ചത്ത്. അല്ല, ഈ സ്ഥലത്ത് കൂടെ പറപ്പിക്കൂല, അത് വേറെ കാര്യം. ഞാനിപ്പോൾ പടായനെ സൈഡോട്ട് വളച്ചു നൈസിൽ ഇതെടുത്ത്. അതിൻ്റെ ഇടയിലാണെങ്കിൽ 2 കണ്ടെയ്നർ നിന്ന് തിരിയുന്നു. ഞാനിത് ഏരിക്കൂടെ പോകുന്നു. കണ്ടെയ്നർ ചേട്ടന്മാരെ അടിക്കരുത്. അല്ല, ബാക്കോട്ട് വരുന്നുണ്ട്. പാരൊക്കാതിട്ട് ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട്. ഞാൻ ആരാ പ്രോ ഡ്രൈവറായി. എടാ ഇത് സ്ഥലമില്ല. ചേട്ടാ ഈ ബൈക്കാണെന്ന് ഇതിലെ ബൈക്ക് മാത്രമേ പോകത്തുള്ളൂ. ഇതിലേക്കൂടെ എങ്ങനെ ഞാൻ ഈ ഓട്ടോറിക്ഷ കുത്തിക്കയറ്റും കണ്ടറിയാം. ഈ ഓട്ടോറിക്ഷ ഞാൻ എങ്ങനെ ഇതിലേക്കൂടെ കുത്തിക്കയറ്റും. ഓട്ടോറിക്ഷ ഞാൻ എങ്ങനെ എടാ കുട്ട് ഓട്ടോറിക്ഷ പ്രോ. ഓട്ടോറിനെ കൊല്ലല്ലേ എന്നെ കൊല്ലല്ലേ ഗൈസ്. ഇതിലേക്കൂടെ നമ്മൾ ഓട്ടോറിക്ഷ കുത്തി കയറ്റിയിരിക്കുകയാണ്. നമ്മളെ പാര വെക്കാനായിട്ട് കണ്ടെയ്നർ മാറി വരുന്നുണ്ട് പുറകെ. ഓക്കെ, ഓട്ടോറിക്ഷ ഇപ്പോൾ താഴെ കിടന്നതിനെ ഇത് വലിയ സീനില്ല, ഇത് സിമ്പിള്. ഇപ്പൊ പോയാണ് സിമ്പിള്. ഇനി അത്രയല്ല കേട്ടോ, കുറച്ചുണ്ട്. എടാ താഴെ പോയ നിന്നെ വെടി വെച്ച് ഞാൻ കൊല്ലും. പറഞ്ഞിട്ടതാ, ഭാഗ്യം പോയില്ല. ഞാനടാ വിഷയം പറയാൻ നിന്നതാ പറ്റിയ. റോഡുണ്ട് ഗൈസ്. ഇത് വലിയ സീനില്ലപ്പാ. അത് നമ്മളെ റാമ്പാട്ട് ഫസ്റ്റ് നമ്മൾ കയറിയ അതിലേക്കൂടെ നമ്മൾ ഓട്ടോറിക്ഷ പോകും. കാരണം നമ്മൾ ഓട്ടോറിക്ഷ മുന്നോട്ടാണ്. പക്ഷേ ബൈക്കിൽ അതിലേക്കൂടെ എന്നാലും ഇറക്കാൻ നിൽക്കാൻ പാടില്ല, അത് വേറെ കാര്യം. ഓട്ടോറിക്ഷ ചേട്ടന് പോകാനത് മതിയല്ലോ. കേറിപ്പോടാ, ആരും പോണ്ട. രണ്ടാമത്തെ സ്റ്റെക്കായതാണ്. ഓട്ടോറിക്ഷ നല്ലോണം പോകുന്നു ഗൈസ്. ഓട്ടോറിക്ഷ കേടാണ്. അല്ല, രാവിലെ തന്നെ ഓട്ടോറിക്ഷ എടുത്തോണ്ടാകും.
രാവിലെ എടുക്കുമ്പോൾ വണ്ടിക്കെല്ലാം കൊണ്ടുപോകുന്നതാണ്. രാവിലെ തന്നെ ഓട്ടോറിക്ഷ എടുത്ത് ഇറങ്ങിയ റാമ്പ് വിളിക്കാം. ഇതിനായിട്ട് ഞാനൊരു ഓട്ടോറിക്ഷ മേടിച്ചതാട്ടോ. എൻ്റെ വീട്ടിലുണ്ടായതൊന്നുമല്ല. ഞാനൊരു ഓട്ടോറിക്ഷ അങ്ങ് മേടിച്ചു, അത്രയുള്ളൂ. സെക്കൻഡ് ഹാൻഡ് ആകുമ്പോൾ പുതിയതാണ്, അതൊന്നും ഞാൻ നോക്കിയിട്ടാ. ഒറ്റ ഓട്ടോറിക്ഷ ഇങ്ങോട്ട് വന്നു. ഇതിന് മാത്രമേ ഞാൻ ഓട്ടോറിക്ഷ എടുക്കൂലൂ, അത് വേറെ കാര്യം. എടാ വീണ്ടും ഒരു തെങ്ങ് പാരപണിയോ? തെങ്ങ് പാരയൊന്നും പണിയില്ല, നമുക്ക് പതിയെ പോവാം. താഴെ പോയി ഇനി വീണ്ടും നമുക്ക് വേറെ റിസ്ക് പിടിച്ച് പരിപാടി. ഇത് നാട്ടിൽ താഴെ പോയി ആലോചിച്ച് നോക്കി. എന്നെ കൊണ്ടൊന്നും ഞാൻ വെച്ച് നോക്കി. പോലെ ഇവിടെ ഇറങ്ങി. എടാ എന്നോടാന്ന് എൻ്റെ കളി. ഞാൻ ഇവിടുന്ന് വെള്ളത്തിൽ കീയുമെന്ന് പറഞ്ഞാൽ ഞാൻ കീഞ്ഞിട്ട് നമ്മൾ ആ വാട്ടർ ചേട്ടനെ രണ്ടാമത് വിളിച്ചാൽ പോരെ. എൻ്റെ ബുദ്ധി വിമാനം. റോക്കറ്റല്ല വിമാനം. അത്ര ബുദ്ധിയൊന്നുമില്ല. എടീ ചെങ്ങന്ന് കണ്ടോണ്ടിട്ടില്ല. അല്ല പിന്നെ ഇനിയിപ്പോൾ ആദ്യം പോകാനൊക്കെ ഭ്രാന്തല്ല, നട്ടഭ്രാന്തല്ല. അല്ല നമ്പറൊക്കെ 7350 അച്ചോ. നമ്പർ അതല്ല, 8370. എന്തോ ഒരു ഇതാണ്. അതാണ്. ഞാൻ ഓട്ടോറിക്ഷ വന്നു. 1-0 കാര്യമാക്കിയിട്ട്, അതുകൊണ്ട് ഭാഗ്യം. നമുക്ക് ഓട്ടോറിക്ഷ പോയില്ല, ഭാഗ്യം വന്നു. ഓക്കെ ഗൈസ്, നമ്മൾ പിന്നെയും കളിക്കിറങ്ങി. ഇനി ഇവിടുന്ന് സായപ്പോയി കുഴപ്പമില്ല കേട്ടോ, വെള്ളമാണല്ലോ. ഇനിയിപ്പോൾ രണ്ടാമത് പേരായില്ല, പേടിക്കണ്ട. നമുക്ക് നീന്തി പിന്നെയും കരക്ക് കയറിയിട്ട് പിന്നെയും കളി കൊടുക്കാം. ഒന്ന് വെച്ച് വീഴാനല്ല, അത് വേറെ കാര്യം. മോഡിഫൈ ചെയ്ത് ഓട്ടോറിക്ഷ. എടാ ഞാൻ ആക്സിഡൻറ്റ് കൊടുക്കുന്നു. അടുത്ത ടാസ്ക് ഇത്രയും നേരം കാത്തിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണുമ്പോൾ തന്നെ ലൈക്ക് അടിച്ചോളൂ. റോസ് ഞാനല്ല അത് ചെയ്ത് തന്നാണ്ട് റോസ് ഉണ്ട്. പ്രാസം കയറി അതിൻ്റെ വഴിയിൽ. കേറ്റിക്കോ. ബസ് പോലെ ഓട്ടോറിക്ഷ പോലെ. ഞാനെന്ത് വീടത്തര കാണിക്കുന്ന എനക്കെന്നെ ദേഷ്യം വരുന്നുണ്ട്. മര്യാദക്ക് കൺട്രോൾ. കുറച്ച് ഇങ്ങോട്ട് നിൽക്കാം. വിളിക്കാം. വീണ്ടും ഒരു ഓട്ടോറിക്ഷ. ഞാൻ നമ്പർ 8370. ഫോണ് ഹാങ്. എൻ്റെ ഫോണല്ല, ഗെയിമത്തെ ഫോൺ ഹാങ് ആയി. ആ ഓട്ടോറിക്ഷ വെള്ളത്ത് പോയിട്ട് നടന്ന് കംപ്ലീറ്റ് ചെയ്താലോ? വെറൈറ്റി ആവും. എന്നാൽ പിന്നെ നടന്ന് കംപ്ലീറ്റ് ചെയ്താലോ? നടന്ന് കംപ്ലീറ്റ് ചെയ്യൽ രസമില്ല. എങ്ങനെയൊക്കെ കുത്തി തുറന്നപ്പായി. ഏതെങ്കിലും ഒരു വണ്ടി വരട്ടെ. 5 എന്നാണ് ആ വണ്ടി കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. 5-ലൊന്നുമില്ല. പക്ഷേ ചീറ്റ് കോഡ് പ്രോസസ്സിങ് കാണിച്ചു, അത് ചതിയാണ്. കുത്തി പ്രാന്തയർക്ക് നടന്ന് പോകേണ്ടി വരുമോ? എടി ഇതെന്തോ ഓപ്പൺ ആവുന്നില്ല ഗൈസ്, ഇത് ഓപ്പൺ ആവുന്നില്ല. എന്ത് സങ്കടമാണ്. നമുക്ക് നടന്ന് കംപ്ലീറ്റ് ചെയ്യാം, അതൊരു വെറൈറ്റി ആയിരിക്കും. ഇനി എത്ര പോരുണ്ട്? ആകെ അത്രയില്ല കേട്ടാ, കുറച്ച്. അങ്ങ് എത്തണ്ടേ ആടേ? ഒന്ന് വിളിക്കടാ പക്ഷെ ഒന്ന്. എവിടെ കോൾ ഇത് കാണാവുന്നില്ല. ഇപ്പം ഫോൺ തുറക്കുന്നില്ല. എന്നോടെ കളി. ഇത് തുറക്കുന്നില്ല ഗൈസ്. നമുക്കിനിയിപ്പം വിളിക്കലൊന്നും രക്ഷയില്ല. നമുക്കിത് നടന്ന് കംപ്ലീറ്റ് ചെയ്യാം മാക്സിമം സ്പീഡിൽ, അതാ നല്ലതേ. നടക്കാൻ പഠിച്ചിട്ട് ഇനിയും അന്നൊരിക്കൊരു വീഡിയോ ചെയ്തപ്പോൾ ഒന്നും ഒപ്പില്ല, ബടിയായിട്ട് പോകുന്നു. അതേപോലെ തന്നെ പിന്നെയും തുടങ്ങിയല്ലേ. ഇടയ്ക്കൊരു ബാലൻസ് കുറവുണ്ട്. നമുക്ക് ഇവനെ ഡോക്ടറെ കാണിക്കേണ്ടി വരും. എങ്ങനെയെങ്കിലും ആയിട്ട് ഇപ്പോൾ കോൾ സെറ്റ് ഫോൺ തുറന്നേ പറ്റൂ. ഫോൺ തുറക്കുന്നു, ഏതെങ്കിലും വണ്ടി വിളിക്കുന്നു. 8 വണ്ടിയില്ലേ, ആ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. എൻ്റെ അമ്മ സ്വിഫ്റ്റ്. ഇതിലേക്കൂടെ എങ്ങനെ ഞാനിത് എടുക്കും?
ആ ഓട്ടോറിക്ഷ എടുത്തില്ലേ, ഇടം വരെ ഓട്ടോറിക്ഷ എടുത്തു, പുതിയ വണ്ടി സ്വിഫ്റ്റ് എടുത്തു. പോന്ന പോക്കിന് അടിച്ച് പൊളിച്ച് വീണ്ടും മതിയായിരുന്നു. പാപ്പടം പൊടിയുന്ന പൊടി. ഓ ഇതിലേക്കൂടെ എങ്ങനെ ഞാൻ എടുക്കുന്നൊന്നും അറിയില്ല ഗൈസ്. പിന്നെയും താഴെ പോയാൽ ഇതിൽ കൂടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി എടുക്കുന്നുണ്ട് ഞാൻ. ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓ വർക്ക് ചെയ്തു. നമ്മളേതാ മോൻ പ്രോ ഡ്രൈവർ. ഓ പ്രോ ഡ്രൈവർ. ഇതിന് 4 ടയർ ഉണ്ടല്ലോ, അങ്ങനെയൊന്നും വീടില്ലാന്ന് വിചാരിക്കുന്നു. മറ്റേന് 3 ടയർ ഉണ്ടായിട്ട് വീണിട്ട് ഇത്ര വരെയായിട്ട്. അല്ല കുറേ വീഴ്ച വീണ്, അങ്ങനെയില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഇതിലേക്കൂടിയും വളച്ചെടുക്കും. എടാ അവിടെ നിന്ന് തിരിയുന്നുണ്ട്. കാറിൻ്റെ വെയിറ്റ് താങ്ങും. കൂളാന്ന്, കാറ്റാണ് കാറ്, വെയിറ്റ് ഉണ്ടാവില്ല. ബോട്ട് സ്പീഡായിരിക്കും കാരണം തോന്നുന്നു. നമുക്ക് എന്തായാലും തുടങ്ങാം. ഓക്കെ, നമ്മളെ ട്രാക്ക് എത്തിയിട്ടുണ്ട്. ട്രാക്ക് കയറിക്കോ. എടാ നിന്ന് തിരിയുന്നുണ്ട്. ബ്രേക്ക് അത്രയും സെറ്റ്. ഓ നോ, താഴെപ്പോയി. അത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഇതിലേക്കൂടെയും കംപ്ലീറ്റ് ആക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. പക്ഷേ ഓ ഇത് ഇന്നൊന്നും തീരൂല, എനക്ക് തന്നെ മടുത്തു. ഇവിടെ ഇതിപ്പോൾ അന്തം കുത്തൊന്നും തിരിയുന്നില്ല. ഇതിൽ വന്നിട്ട് നമ്മൾ വെറുതെ എന്തിനാ കണ്ടെയ്നർ കയറുന്നു? നമുക്കിങ്ങനെ കയറിപ്പോയാൽ പോരെയെന്ന്. ശരിക്കും ഭ്രാന്തല്ലേ നമുക്കല്ലോ. വെറുതെ വണ്ടി പിടിച്ച് ഇതിലേ കിടന്ന് ഇതിലേക്കൂടെ അങ്ങ് നീന്തിയാൽ ആടെ എത്തും. ഭ്രാന്തല്ല നമുക്കല്ലോ. അടുത്തത് ഏത് നമ്പർ ക്ലിക്ക് ചെയ്യുന്നോ അതിൽ ചീറ്റ് കോഡ് പ്രോസസ്സ് ചെയ്താൽ ചിലത് വരില്ല. അതുകൊണ്ട് ശശിയാവും. ഏതെങ്കിലും അടിച്ചു നോക്കാം. നമുക്ക് ഒന്നടിക്കാം. 1 kg ബൈക്കാണ്. ഇനിയിപ്പോൾ ആദ്യം ഓട്ടോറിക്ഷയും സ്വിഫ്റ്റ് എല്ലാം വിളിക്കാൻ എനിക്ക് മടിയാവും. കിട്ടിയ നമ്പർ എടുത്ത് വിളിക്കുക പോവാന്നല്ലാണ്ട് മടി കാണിച്ച്. മടി എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി മടി. ചെങ്ങൻ്റെ മുടി മുറിക്കണം. താഴെ പോലെ ഇത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് അന്ത്യോളം വീണ് മതിയായി. മടുത്തു, ശരിക്കും മടുത്തു. വളരെ കൂളായി കാമായി പോകണം. ഇതെല്ലാം എപ്പോൾ പൊളിഞ്ഞു പോകുമെന്ന് പറയാൻ പറ്റും. ഇത് തുരുമ്പിച്ചു. വലിയ സീനില്ലാണ്ട് എത്തി. ഒന്ന് എന്നെ തയ്യാറാക്കി തന്നെ കണ്ടെയ്നർ കേട്ടാ. ഒന്ന് തയ്യാറാക്കിത്ത. 5ൻ്റെ പൈസയില്ല. പൈസയൊന്നും ഞാൻ തരൂല. പ്രോ ഡ്രൈവർ ഒന്ന് തായറുങ്ങടെ. അങ്ങനെ നമ്മൾ എത്താനായിന്ന് തോന്നുന്നു. താഴെപ്പോലെ എത്താനായിന്ന് പറഞ്ഞതേ ഇല്ലു. അതിൻ്റെ ഇടയിൽ താഴെപ്പോ എന്നെ കൊണ്ട് വയ്യ. ഇനി താഴെപ്പോയി ഞാൻ നീന്തി താഴെ എത്തിക്കും കേട്ടാ. എന്നെ കൊണ്ടൊന്ന് വയ്യ. ഇനി വണ്ടി വിളിച്ച് ആദ്യം പോകാൻ. എത്താനായി തോന്നി. ഇനി റാമ്പൊന്നും കാണുന്നില്ല. തെക്കും പടപ്പം നോക്കിയിട്ടൊന്നും കാണുന്നില്ല. കളിപ്പാവണ്ടേ ഇത് പാടുന്നേ മതി. എത്താനായി. ഇനി നമുക്ക് വണ്ടി എടുത്ത് കടലിൻ്റെ ഉള്ളിലേക്കൂടെ യാത്ര തുടങ്ങാം. എന്നെ കൊണ്ട് വയ്യപ്പ. ഇനി ആകെ പാതികം നിൽക്കും. സോ പെട്രോളില്ലാന്ന് നമ്മൾ നിഗമനത്തിലൂടെ ഇനി ആകെ അത്രേ പോണ്ടു. സംഭവം എത്തി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. അല്ല വണ്ടി എടുത്താലോ? അല്ല പെട്രോളില്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ആവൂലല്ലോ അല്ലേ? ഓക്കെ, നമ്മളങ്ങനെ കരക്കേറിയിരിക്കുകയാണ്. നമുക്കിനി നടന്ന് കംപ്ലീറ്റ് ആക്കാം ഓരോ വെറൈറ്റികളെ. പിന്നെ ഇതായിപ്പോയി. അതാണ് ഞാൻ പറഞ്ഞത്, ഇവന് നടക്കാൻ അറിയൂല. ഇവൻ എങ്ങോട്ടാ പോകുന്നത്?
ഭാഗ്യത്തിന് ഇത്ര നേരം വന്നു. ഇനി എന്നെക്കൊണ്ടൊന്നും വയ്യ പോയേ. എന്തല്ലോ തത്രപ്പാടിന് ശേഷം ഇത് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ഇത് മര്യാദയ്ക്ക് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. ഇതല്ല വേറെ റാമ്പ്. ഇനി അതിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് പറയാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.